കുഞ്ഞാണിക്കൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അത് എന്നെ വെച്ചിട്ട് ഇത് പറയുമ്പോൾ തന്നെ ചെയ്യും. ആട് മന്തി ഇല്ല, ചോദിക്കാലോ. ആട് നമ്മൾ മന്തി ഒന്നാമതാണ്. ആഞ്ചിഫ ഉണ്ട്. അടക്കലോ അടക്കണോ? പറയും അടക്കണോ? അടക്കാനാ? ആടുണ്ട്. ഓരോ കടയാണെങ്കിൽ പിന്നെ ഓർക്കണ്ട വന്നിരുന്നാ പോരാ. നമ്മളെ വിളിച്ചെടുത്തോ? നമ്മൾ കൊടുക്കണേ ഇപ്പൊ നമ്മൾ കൊടുത്തു. എനിക്ക് താല്പര്യം വരത്തനെയൊന്നു. 10 ആര് തലമുടിയില്ലാത്തനാ? എന്ത് എന്ത് ആട് ആപ്പിട്ടിരുന്നാക്കാനാ? എല്ലാവർക്കും വേണ്ടേ? പറച്ചിലടന്ന് എപ്പോഴും വാങ്ങുന്നു. ഓണ ആട് വേണം. കിട്ടാറുള്ളൂ. കുഞ്ഞാണിന്റെ തള്ള ഇട്ടിട്ടേ. കുഞ്ഞാണിന്റെയോ? കുഞ്ഞാണിയാ? കുഞ്ഞാൻ ഇങ്ങോട്ടോ സംസാരിക്കട്ടെ. ഒന്നുണ്ടാ നടക്കിയിരിക്കട്ടെ. വ്ളോഗ് എടുക്കണ ആൾക്കാരെ രണ്ട് സൈഡിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുമ്പോ ക്യാമറ അങ്ങനെ തിരിക്കാം അല്ലേ? കുഞ്ഞാണിന്റെ കീറിയപ്പോ കുഞ്ഞാണി ഇറങ്ങിയ ഇവിടുന്ന് കീറി പോയി, അവിടുന്ന് കീറി. പിന്നെ ആ കുഞ്ഞാണി കിട്ടല്ലടാ. ഇന്നത്തെ നമ്മളെ മന്തി കഴിക്കല് ജാബിറിന് 21 വയസ്സ് ആയതിന്റെയും കുഞ്ഞാണി ഗൾഫ് പോയി വന്നതിന്റെയും ചെലവാണ്. ഞങ്ങൾ അന്ന് എന്നോട് പറഞ്ഞോ? ജസ്റ്റ് മാരീഡ്. എന്താ ഇതിന്ന് ബേക്കില് എടുക്കണോ? വെയിറ്റ് ചെയ്യാ. പള്ള റെഡി ആയില്ലേ? പറഞ്ഞു വെച്ചിട്ടുണ്ട്. 10 മസാല മന്തിയാണ്. അല്ല ഇവിടെ ദിനാർ എടുക്കണോ? ഗൾഫ് പൈസ അല്ല ഇറക്കുന്നത്. 10 കഴിഞ്ഞു. ഇവിടെ 10 ആയിട്ട് ദിനാർ എടുത്ത് ചോദിച്ചു നോക്കി. എത്ര വേണം? ദിനാർ 253 റുപ്യോ? അപ്പൊ എത്ര ഉണ്ട് എൻ്റെ? 105 216 അല്ല 253. പൈസയും കൊണ്ട് നമുക്ക് കുഞ്ഞാണി സമ്പാദിച്ചിരിക്കണം. ആട് കറി അടുപ്പ കഴിഞ്ഞു പോയി. നമ്മളെത്ര ആള് ഈ പൈസ ഒരാൾക്ക് വീതിച്ച് എത്ര കിട്ടും നോക്കാം? 10 ആള്. അപ്പൊ 2660 റുപ്യ ഒരാൾക്ക് തെച്ച് തന്നാ കേട്ടോ. സ്കാനർ കാണിച്ചെടുത്ത കാശറ ഇന്ത്യയും കൂടെ എൻ്റെ വായിക്കോ. എടാ എല്ലാവരും സ്കാനർ ഒന്ന് കാണിച്ചു കൊടുക്കും കുഞ്ഞാണിക്ക്. അവിടെ എന്താ പറയുന്നത്? നല്ല അപരാധങ്ങൾ എന്തെങ്കിലാണോ? അതെന്താ പറയുക? മോശപ്പെട്ടത് ക്യാമറയിൽ പറയാൻ പറ്റില്ല, അത് അല്ലാണ്ട് പറയാൻ പറ്റില്ല. വന്നിട്ട് 2 മണിക്കൂറായി. ഇതുവരെ മന്തിമൊക്കെ എത്തിയില്ല നമ്മൾ. കാരണം എന്താ? നമുക്ക് മജ്ലിസിലേ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? മജ്ലിസിലാണ്ട് ഒന്നും നടക്കില്ല. ഓപ്പണിൽ ഇരുത്തിയാൽ നമ്മൾ പ്രശ്നമാവും. ഓപ്പണിൽ ഇരുത്തിയാൽ ബാക്കിയുള്ളവർക്ക് ചോറിറങ്ങൂല. അമ്മാതിരി വർത്താനം നമ്മൾ പറയാം.
പിന്നെ ചിക്കൻ്റെ പീസൊക്കെ വലിയ പോണേ അറിയാൻ പറ്റില്ല. അതൊക്കെ വലിയ വലിയ ഷേപ്പിലേക്ക് അപ്പുറത്തെ ടേബിളുമൊക്കെ എത്തിപ്പോവും. മയോണൈസൊക്കെ തേറി ഒന്നും കിട്ടൂല. സോഫയൊക്കെ ഉണ്ടാവും. നല്ല നീല സോഫയാണ്. ഇവ കണ്ട് കയറ്റി വിടും. ജിഷു അനസ് നമ്മളപ്പോൾ വന്നവരൊക്കെ ചോർന്ന് പോയി. നമ്മളപ്പോൾ വന്നവരൊക്കെ മന്തിന്ന് പോയി. ഉന്നോ കളിക്കാം. ചെക്കന്മാരെ കൊണ്ട് എനിക്കിപ്പോൾ മന്തി എപ്പോഴോ തിന്നു പോകും. നമുക്ക് രണ്ടാക്കി ഇരുന്നാൽ ഉണ്ടാക്കുന്ന ടേബിൾ മണ്ടി ഇരുന്നാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് സിമ്പിളായി ഞങ്ങൾക്ക് ഞാൻ ചെവി അടിക്കാൻ നോക്കിയതാ. അപ്പൊ ഞാൻ ചെവി ഒന്നും അടിക്കാൻ നോക്കിയത് ടേസ്റ്റ് അറിയണല്ലോ നമ്മളെ. ഇത് കാണുമ്പോഴാണ് കാണുമ്പോൾ അതൊക്കെ മറന്നു വിട്ടത്. കാണുമ്പോൾ മഞ്ചൻ ആയിരിക്കണേ അവിടെ അതിൻ്റെ ഇടയിൽ അൻസിൽ പ്രണയിക്കാൻ തുടങ്ങി. കാമുകൻ അൻസില് ഒന്നില്ലെങ്കിൽ ഫോണും ഓന്റെ ജീവിതം ഫോണിലായിട്ട്. അതാ ഫലിതം നിന്നില്ലല്ലോ ഇതുവരെയായിട്ടും. ഗൾഫിൽ പോയി വന്നിട്ട് എന്നാലും ചിരിക്കാനുള്ള ഫലിതം പറയണ്ടേ. ആ ഫലിതൊന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ഇതിന്റെ കൂടെ ഡിപ്രഷനിലായടാ. കണ്ടില്ലടാ കാണിച്ചോണ്ടാ. ഇങ്ങനെ ഇങ്ങനെ പെണ്ണില്ലാണ്ട ഭ്രാന്തായിട്ട് ഇമോജിക്ക് ഉമ്മ കൊടുക്കുക. എന്നിട്ട് അത് കണ്ടു കണ്ടോ ഇവിടെ വേറെ മാറിയിട്ടുണ്ടോ കുഞ്ഞാണി ചൊട്ടത്തല മാറ്റി ചൊട്ടത്തല മാറ്റി. അനസേ അനസേ ആരൊക്കെ ഒളിച്ചോടി. നമ്മള് ജാബിറിന്റെ ഞങ്ങളൊന്ന് ട്രൈ റീമേക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്കും പറ്റുമോ നോക്കട്ടെ. ഫിൽറ്ററൊക്കെ നമ്മളിട്ടേക്ക് ആശി ഞാന് ഷാബിലും കൂടെയാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് കാണിച്ചാ ആയിക്കോട്ടെ. ആ നാടൊക്കെ ശരി ശരി. അല്ല റെഡി വൺ. എടാ ജാബിറിന്റെ അടുത്ത് സംശയം വല്ലോണ്ട് ചോദിച്ചോട്ടോ. ഫിനു അവിടെ നിക്കണം. ആ ഈ നൃത്തം നിക്കണം കേട്ടോ. അതൊന്നും അതിലില്ല. നമ്മളെ ഗ്രൂപ്പ് വളഞ്ചിലാ വെട്ടല് നോക്കി ഒന്നും കൂടെ ക്യാൻസലായി. അങ്ങോട്ടാക്കിയത് അപ്പൊ ലോക്ക് ആയിക്കോളും. എന്നെ നീ വൈൽഡ് കാർഡ് എൻട്രി പാട്ട് പാടി. വിടമഴ പെയ്യാറുണ്ടോ എന്നെ നീ ഓർക്കാറുണ്ടോ ഇടവഴിയിൽ സൗഹൃദം. നിന്റെ ഉറവിടം ഇവിടുന്നാണ്. എന്താണ് അവിടെ മഴ പെയ്യാറുണ്ടോ എന്നെ നീ ഓർക്കാറുണ്ടോ ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ടോ. ഒന്നുമില്ല ഇതൊക്കെയുണ്ട്. അതല്ലേ സുഡു മന്തി ഇന്ന് കിട്ടും തോന്നുന്നില്ല. അതല്ലടാ ഫിൽറ്റർ വേറെ. ജാബിർ ഫിൽറ്റർ വേറെയാണ്. പാനിൻ ജിങ് കേട്ടോ.
വേണ്ടേ ഇതൊക്കെ വൈറലാവേ. നമ്മള് ജാബിറിനെ ഇമിറ്റേറ്റ് ചെയ്ത കേട്ടോ. ഞാൻ ആ മുളഞ്ചല് കിട്ടാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പെട്ടെന്ന് അറിയാം. ബോധി ധർമ്മൻ ഇത് കഴിഞ്ഞൊരു എപ്പിക് ഉണ്ട്. അശിന്താ വീഡിയോ കോളാ. ഓ അടുത്തിക്കോ. കുട്ടിമാരെ ആൾക്ക് മ്യൂസിയം താടി വന്നു. എനിക്ക് വന്നില്ല. എന്റെ വലിയൊരു ആഗ്രഹം, എന്റെ വലിയൊരു ആഗ്രഹം വീരപ്പന്റെ കാര്യണ്ട്. എനിക്ക് ഇങ്ങനെ കിട്ടണം വലിയൊരു ആഗ്രഹം. അത് കല്യാണം കഴിച്ചായി അങ്ങനെ ആയിക്കോളൂ. എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ? നമ്മള് ഒരു ടീം എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവരെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കും. കാരണം നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. നമുക്ക് പബ്ലിക്കിനെ ഇരിക്കാൻ പറ്റൂല. നമുക്കൊരു മറ വേണം. നമുക്ക് ആരുണ്ടെങ്കിലും നമ്മൾ പറയാൻ നമ്മൾ പറയാം. പിന്നെ എപ്പുറത്ത് ന്യൂസ് തന്നെയാണെങ്കിലും സംസാരിക്കാനുള്ള നമ്മൾ സംസാരിക്കും. പക്ഷെ മജ്‌ലിസ് കിട്ടുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് നന്നാവും. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അത് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനും ഈ ഹോട്ടലുകാർക്കും അത് നന്നാവും. കാരണം ഇനി ആള് കയറാണല്ലേ അവിടെ. നമ്മളൊരിക്കലും ഇടങ്ങേറാവണ്ടല്ലോ. അത്രയും വലിയ തൊള്ളയാണ് നമ്മളെ എന്തായാലും കുറച്ച് വിറ്റുള്ളത്. ടൈം ആകയാ ആശ്രേ. സമയമായി പറ. സമയമായി. നല്ല കേക്കിക്കോളിട്ടോ മക്കളെ, നല്ല കേക്കിക്കോളി. നല്ല മസാല വെൻഡോസുണ്ട്. അടുത്ത ഈ പൈപ്പൊന്ന് മുട്ടി. മജ്‌ലിസ് നമ്മളിങ്ങനെ ഇരിക്കുള്ളൂ എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഇനി നമുക്ക് മന്തി ഇല്ല എന്നും കൂടെ പറഞ്ഞാൽ ഇവിടെ നേരെ നടന്നുറങ്ങി പോവാ. ആദ്യമായിട്ടാണ് ഇവിടുത്തെ മജ്‌ലിസ് കയറണം അല്ലേ? നല്ല ലൈറ്റിങ്. ഇല്ല മസാല മന്തി പറഞ്ഞു വന്ന് ചൂടാവുന്നതിനാ തൊള്ളുള്ളൂ. തൊള്ള കൂടെ കൂട്ടല്ലേ. ഇവിടെ വന്ന് നോക്കി നല്ല ലൈറ്റ് ഇവിടെ വന്ന് നോക്കി. അതൊന്നും വേണ്ടേ കേസായാലേ. നമ്മള് അടി അടിച്ചില്ലേ? ഇവിടെ അടി ഉണ്ടല്ലേ? അടി ഉണ്ടോ? ഓമ്പോ ആനോ എങ്ങനെയുണ്ട് ഈ സെറ്റപ്പ്? അങ്ങനെ ഇരിക്കാം. ഇവിടുത്തെ എന്താ അഭിപ്രായം? എന്താ ബഹ്റൈൻ അത്ര പോരാ മതി. ഇനി മേലെ അഭിപ്രായം പറയരുത്. ഇനി മന്തി വന്നിട്ട് കാണാം. എല്ലാരും ഊന കളിക്കുക. മക്കെന്താട്ടണേ? ഒമ്പോ ഇതെന്ത് കടാ? നാളെ കിട്ടിയതാ.
ഞാൻ കളിക്കല്ല. അതൊന്ന് പിടിച്ചെടുക്കാൻ വിചാരിച്ചപ്പോ പാത്രത്തിലായിരുന്നു ഇതൊന്നുകൂടി അടുത്ത വരും. കാട്ടത്തമ്പന്തി ഓഫ് ഷാപ്പിലൊക്കെ വൻ ഫയർ. ഞാനീ ചെറുതോ അതെ അല്ല പിന്നെ കൊറേ നേരായി ഓന് വന്നപ്പോ തൊട്ട് ഓന് ഊക്ക നമ്മളെ എന്തോ തവിട് കൊടുത്ത് ഇവിടെ തിന്നാൻ വന്ന പോലെ കൊറേ നേരായി കളന്നായി. ഓനിക്കൂടെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാനുള്ള സെറ്റപ്പാക്കി കൊടുത്തു. ആ നന്നായി ഷാദേ എനിക്ക് വേണ്ടി കൊടുത്തല്ലോ. ബേക്കിന് ഫോണിന്റെ ക്യാമറയിൽ മൊത്തം മയോണൈസായി. എക്സ്പ്രഷനിലുണ്ട് സൂപ്പർ എപ്പോഴും തീറ്റ എടുത്തിട്ടില്ല കേട്ടോ. സൂപ്പർ വൻ കേക്കിൽ കയറ്റി കൊടുക്കുക. എന്താ മന്തിത്തെ വേണോ റൈസ് വേണോ? ഇതാണ് പറഞ്ഞ മജ്‌ലിസ് വേണത്. ഇതെറ്റാ പുറത്ത് ആൾക്കാരുടെ അടികാരിച്ചോക്ക് ടേബിൾ കയറി നിട്ട് ഷോ സ്റ്റീലർ അനസ് എന്റെ സൂട്ട് മോൻ
രണ്ടാവും മുമ്പിൽ വെച്ചു. എത്ര വേണേലും പോന്നോട്ടെ, ഈസി ആയിട്ട് കയറ്റും. എടാ എടാ ആ ഏമ്പക്കം അല്ലേ? കിട്ടാണ്ട് പെട്ടെന്ന് ഫ്രണ്ട് വിളിച്ചായത് വണ്ടി അതായിക്കണോ മറ്റേ ഇതിങ്ങ പോളോമ പോയി കയറണ്ടേ, ഒരു പോളോമ പോയി കയറണ്ടേ, പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് കുഞ്ഞാണിക്കൊരാഗ്രഹം റീലില്ലേ അന്ന് ഇപ്പൊ കാണിക്കാൻ പറ്റും. എന്റെ മറ്റേ പിട്ടച്ചക്കന്മാര് ഇനി അടുത്തതായി ജാബിറിന്റെ ഏറ്റവും കൂടുതൽ വൈറലായ റീൽ ജാബിർ ഇപ്പോൾ ലൈവായിട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. റൈസ് ഇപ്പൊ ഫിനിഷ് ചെയ്യും റൗണ്ട് കൂടെ വേണ്ട. കൊടുക്കുന്നുണ്ട് നമ്മൾ കിട്ടിയതൊക്കെ എല്ലാം കൊടുക്കും. ജാബിർ 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 കുഞ്ഞാണിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അത് എന്നെ വെച്ച് വെച്ചിട്ട് ഇത് പറയുമ്പോ അങ്ങ് ചെയ്യില്ല. അത് മോശമല്ല, ചെക്കന്മാ ഗൾഫിൽ നിന്ന് വന്ന ഇതിക്കാ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ മോശമായി അതാറില്ല. ഓ പറയുമ്പോഴത്തേനും ചെയ്യാൻ എന്താന്ന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ചെയ്യല എന്താ അങ്ങനെയൊക്കെ മാന്യമായി പറയാ. അവിടെ കുഞ്ഞാണി ഇപ്പൊ പറ്റില്ല. ഞാൻ പറയുമ്പോ നിങ്ങളാ ഡിവൈഡറല്ലോ വയറ് അറിഞ്ഞതാ അത് അമ്മിങ്ങിപ്പോയി. ഞാനും കണ്ടത് വാട്ട് പ്രഷർ ജാബ്ര ഇല്ലല്ല. എന്നാലും അത് ഈ കുഞ്ഞാടിനോട് ഒരു സോറിയെങ്കിലും പറയും. അതെന്താ മോശമാണ്. അല്ലല്ല ബഹ്റൈനിൽ നിന്നിട്ട് ഒരു വില പോലും ഇല്ലേ? കൊട്ടാ സോറി ഇതല്ല, കുട്ടാ സോറി. ഇല്ലല്ല കുട്ടാ സോറി വിളി. കുട്ടാ സോറി പറയും. കുട്ടാ സോറി പറയേ. ലവ് യു പറ കണ്ണ. അമ്മക്കൊക്കെ കിട്ടണ്ടാവും. ഏത് അമ്മക്ക്? ഞങ്ങൾക്കൊക്കെ ഒന്നും ഇല്ല. പിന്നെന്തിനാ ഞങ്ങളെ ആരും ഈ പറയുന്നേ? പെണ്ണിന്റെ കാര്യം പറയാ. അത് മോശമാണ്. അവരെ എന്താ മോശമാണ്. അത് ഇന്നെ ആഷിറിനെ, ഷാബിലിനെ, സൂട്ടുവിനെ, ജിഷായിനെ, അനസിനെ ഉദ്ദേശിച്ചാണ് ജാബർ അത് പറഞ്ഞത്. അല്ലല്ല
നാട്ടുകാര് പറയുന്നേ ആർക്കും കിട്ടണ്ടാവൂലേ? ഞങ്ങളെന്താ പെണ്ണില്ലാണ്ട് നടക്കാൻ വിചാരിച്ചോ? ഞങ്ങളെന്താ പെണ്ണ് നമ്മക്കില്ല. അല്ല നമ്മൾ പെണ്ണ് കിട്ടാണ്ട് എന്തോ ആയി നടക്കാന്ന് എന്റെ വിചാരം. ചോറ് തൊള്ളേക്ക് സപ്പോർട്ട് ചെയ്യാ. അടി പോകുന്നത് ഇല്ല, നിങ്ങൾക്കൊക്കെ പെണ്ണുള്ള എന്റെ അഹങ്കാര പറഞ്ഞോ? അങ്ങനെ പറയണ്ടല്ലോ. ഓ വീഡിയോയിൽ എന്താ പറഞ്ഞോ? ഞാൻ ഓ എന്താ പറഞ്ഞോ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ പെണ്ണ് കിട്ടൂലെന്ന്. അതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ പെണ്ണ് കിട്ടാണ്ട് കിഴച്ച് നടക്കാന്ന്. എന്റെ കാര്യം പറഞ്ഞാ പോരെ? എനിക്ക് പറഞ്ഞ നേരത്തെ പറ്റിയില്ല. അല്ല അടിയാണ്ട് പൊട്ടു ആരാണേലും. ആ മോശമായി പോയി. നിനക്കത് മനസ്സിലായിക്കാത്ത പറഞ്ഞത്. പുറത്തത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടോ? ഈ നാളെ കിട്ടോ? പുറത്തുള്ള ആൾക്കാർ മൊത്തം നോക്കിട്ട് കുറച്ചിട്ട് പോയത്. പോടാ ഇവിടെ ഇരിക്കും. മെല്ലെ പോയത്. ഞങ്ങൾക്ക് പ്രൈവസി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്പം തന്നെ നാട്ടുകാർ മൊത്തം കേട്ടു ഈ ഓട്ടയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. അവിടെ ഓട്ടയാന്നുള്ളത് ഞമ്മക്ക് നാണക്കേട് കൊണ്ടല്ല, കടയൊക്കെ നാണക്കേടാണ്. അതാ പ്രശ്നം. ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങാ? പൈസയും കൊടുക്കണ്ട. പോടാ ചാട്. എങ്ങനെയാ നോക്കട്ടെ? എങ്ങനെ പുറത്തിറങ്ങാ? ഓരോരുത്തരായിട്ട് ഇറങ്ങിയായി. വലിയ സീനൊന്നുമില്ല. അവിടെ വരെ കേട്ടുകൊന്നിട്ടോ തേങ്ങ. ഈ ജാബർ നമ്മളെ പെണ്ണില്ലാന്ന് കളിയാക്കിട്ടേ. അത് വ്യത്യസ്ത അർത്ഥത്തിലൊക്കെ മാറ്റി. വേണ്ട, നീ നിന്റെ ഭാഗം ന്യായീകരിക്കല്ലേ ഉള്ളൂ. ശരിയാ. ഫോൺ എടുത്തില്ലേക്ക് കയറി എടുക്കി. അവിടെ ഇവിടെ ആരാ ഇരുന്നീന്നേ? രണ്ടാമതാരായിരുന്നേ? പറയിപ്പിക്കാനായിട്ട്. അയ്യോ, നാട്ടുകാർ മൊത്തം നോക്കുന്നത് നമ്മള് അതിൻ്റെ ഉള്ളിൽ ഇറക്കുമ്പോ. ചടച്ചിട്ടുണ്ടല്ലോ. അല്ല, അങ്ങനെ അതിന് കൊടുക്കണം. നമ്മൾ പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ചെക്കൻ ആഗ്രഹിക്കില്ല. നീ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും അല്ല, നീ പറഞ്ഞ ശരി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ പെണ്ണ് കിട്ടാണ്ട് ഇങ്ങനെ കുട്ടി നടക്കുകയായിരിച്ചു ചെയ്യും. ആണോ? അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ടല്ലോ. അർത്ഥം മാറ്റി ചിന്തിക്കേണ്ട ആവശ്യം. ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങിയായിട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ മാട്ടല് മൊത്തം നോക്കുന്നു. എങ്ങനെ പുറത്തിറങ്ങി? ഞാൻ നമ്മളെ ഇവിടെ പുറത്തിറങ്ങിയപ്പോ എല്ലാരും നോക്കി. ഇവിടെ എത്തിയപ്പോ നോക്കിയാണ്ടോ? ഇവിടെ ഇതാണ് നമ്മള് മജ്‌ലിസ് വേണം, പ്രൈവസി വേണം എന്ന് പറയുന്നത്. ടേബിൾ മെറ്റ് ചെയ്ത് ടേബിൾ എന്താ? പിന്നെ അടുത്ത ദിവസം സംസാരിക്കണം. നോക്കി പറയാം. ജീരകം മാറ്റിയോ? നല്ല രീതിക്ക് പറയിപ്പിച്ചില്ലേ? വിഷയം ജീരകം മാറ്റി. ഇപ്പം കാരണം 60 വേണോ? 10 മിനിറ്റ്.